ഞാൻ ഈ കഥ പറയുമ്പോഴും എന്റെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നു. ആ വേനൽക്കാല അവധി ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എന്റെ അമ്മമ്മയുടെ ഗ്രാമത്തിലേക്ക് പോയിരുന്നു. ചുറ്റും വയലുകൾ, വലിയ പഴയ വീടുകൾ, പിന്നിൽ കാടുപോലെ നിറഞ്ഞ തേങ്ങിൻതോട്ടം. രാത്രി വന്നാൽ അവിടെ അത്യന്തം നിശബ്ദം. ആ നിശബ്ദത തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരു രാത്രി, ചൂട് കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ചന്ദ്രപ്രകാശം വളരെ മങ്ങിയിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. തപ്പ് തപ്പ്, ആരോ നനഞ്ഞ കാലുകളോടെ നടക്കുന്നതുപോലെ. ഞാൻ പിന്നോട്ട് നോക്കി. ആരുമില്ല, പക്ഷേ ശബ്ദം അടുത്തേക്ക് വരികയായിരുന്നു. എന്റെ ഹൃദയം ശക്തമായി മിടിച്ചു. ഞാൻ ഓടാൻ ശ്രമിച്ചു, പക്ഷേ എന്റെ കാലുകൾ ചലിച്ചില്ല. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. വയലിന്റെ അരികിൽ ഒരാൾ നിൽക്കുകയായിരുന്നു. അവളുടെ മുടി മുഴുവനായി മുന്നിലേക്ക് വീണിരുന്നു. മുഖം കാണാനായില്ല. അവൾ പതുക്കെ തല ഉയർത്തി. അവളുടെ കണ്ണുകൾ വെളുത്തത്. കറുത്ത കണ്ണുനാരുകൾ ഒന്നുമില്ല. വായ് പതുക്കെ തുറന്നു. അകത്ത് മുഴുവൻ കറുപ്പ്. അവൾ ചിരിക്കുകയായിരുന്നു. ശബ്ദമില്ലാതെ. അവൾ എന്റെ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. കാലുകൾ നിലത്തോട് തൊടുന്നില്ല. അല്പം പൊങ്ങിക്കിടക്കുന്ന പോലെ. ഞാൻ കരയാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ നിശ്ചലമായി നിന്നു. അവൾ എനിക്ക് അടുത്തെത്തി. എന്റെ ചെവിക്ക് അടുത്തു വന്നു. പതുക്കെ പറഞ്ഞു, "നീ ഇവിടെ എന്തിനു വന്നത്?" അവളുടെ ശ്വാസം തണുത്തതല്ല, ചൂടായിരുന്നു. കുഴഞ്ഞ മണം. ഞാൻ കണ്ണടച്ചു. കണ്ണ് തുറന്നപ്പോൾ ഞാൻ വീട്ടിനുള്ളിലായിരുന്നു. അമ്മമ്മ പറഞ്ഞു ഞാൻ പുറത്തു ബോധം കെട്ട് വീണിരുന്നെന്ന്. പക്ഷേ ഇന്നുവരെ ഒരു കാര്യം ഞാൻ മറക്കാനാവില്ല. എന്റെ കാലുകൾക്ക് ഇന്നും ചിലപ്പോൾ നനഞ്ഞ മണ്ണ് ഒട്ടിയിരിക്കും. ഞാൻ പുറത്തേക്ക് പോയിട്ടില്ലെങ്കിലും.